الحمد لله الواحد القهار الصمد الغفار العزيز الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله مولانا العلي العظيم. أيها الناس ഉസീക്കും വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഗുണകാംക്ഷികളായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എൻ്റെ സ്വന്തത്തോട് ആവശ്യപ്പെടുന്നതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ സർവശക്തനായ ജഗനിയന്താവായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ജീവിതത്തിലെന്നോ എന്നതുപോലെ തന്നെ കുടുംബജീവിതത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. കുടുംബജീവിതം നമ്മുടെ പരലോകത്തേക്കുള്ള പാഥേയം കൂടിയാണ്. ഈ ദുനിയാവിൽ കുടുംബജീവിതം നന്നായാൽ ആഖിറത്തിൽ നമ്മൾ വിജയികളാണ്. കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ നമ്മൾ കൃത്യവിലോപം കാണിച്ചാൽ തീർച്ചയായും പരലോകത്തത് നഷ്ടമായിരിക്കും. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ കുടുംബജീവിതം എന്നുള്ളത് ദുനിയാവിലെ സന്തോഷത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല, ആഖിറത്തിലേക്കുള്ള വിജയത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് കുടുംബജീവിതം നന്നാക്കേണ്ടത്, അത് മനോഹരമാക്കേണ്ടത്, അത് റബ്ബിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കനുസരിച്ചുകൊണ്ടും കുടുംബജീവിതത്തെ പുഷ്കലമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും ദുനിയാവിലെ മാത്രമല്ല ആഖിറത്തിലെയും വിജയത്തിന് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിൻ്റെ അടിത്തറയാണ് വിവാഹം എന്നുള്ളത്. ഒരു വിവാഹത്തിലൂടെയാണ് അനുവദനീയമായ രീതിയിൽ ഇണകൾ ഇഴയടുപ്പത്തിലൂടെ അവരുടെ ഇണ തുണ ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതും അതിലൂടെയാണ് പ്രത്യുൽപാദനം നടക്കുന്നതും
അതിലൂടെയാണ് സന്താന പരമ്പര ഉണ്ടാകുന്നതും മനുഷ്യവർഗം ഉണ്ടാകുന്നതും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയുമാണ് ആദ്യത്തെ ഇണതുണകൾ. ഒരു ഇണയെ അല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ തൻ്റെ റിസാലത്തിൻ്റെ പൂർണ്ണത ഉണ്ടാക്കുക എന്നുള്ള ആ കാര്യം നിർവഹിച്ചിട്ടില്ല. ഹവ്വാ ബീവിയെയും കൂടി ചേർത്തിട്ട് ഒരു കുടുംബ ജീവിതത്തിലൂടെയാണ് ഈ ലോകത്ത് ഇസ്ലാമിക ദൗത്യത്തിൻ്റെ തുടക്കം കുറിക്കപ്പെടുന്നു. വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് അതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീന് നിലനിർത്തുന്നതിന് അനിവാര്യമാണ്. സ്വാഭാവികമായും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലുണ്ട്, സസ്യലതാദികളിലുണ്ട്, ചേതന അചേതന വസ്തുക്കളിലും എല്ലാം ഉണ്ട്. നമുക്കറിയാത്ത മറ്റുള്ള ജീവനില്ലാത്ത വസ്തുക്കളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു മിൻ അൻഫുസിഹാ വമിമ്മാ ലാ യഅലമൂൻ. സൂറത്ത് യാസീൻ 36-ാമത്തെ സൂക്തം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ആ പടച്ച തമ്പുരാനാണ് എല്ലാ വസ്തുക്കൾക്കും ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ റബ്ബാണ് ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സസ്യലതാദികൾക്ക് ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഉമിൻ അൻഫുസിഹിം, നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ റബ്ബാണ്. വമിമ്മാ ലാ യഅലമൂൻ, അവർക്കൊന്നും അറിയാത്ത, മനുഷ്യർക്കൊന്നും അറിയാത്ത മറ്റു പദാർത്ഥ വസ്തുക്കൾ ഇവിടെയുണ്ട്. ഈ പ്രപഞ്ചത്തിൽ പലതുമുണ്ട്, അവയ്ക്കൊക്കെ ഇണകളുണ്ട്. വഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിനും ഇണകളുണ്ട്. അപ്പോൾ ഇണകൾ എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്, പ്രകൃതിദത്തമാണ്, പ്രകൃതിപരമാണ്. അതുകൊണ്ട് തന്നെ ഇണ എന്ന് പറയുന്നത് അത് സസ്യങ്ങളിലാവട്ടെ, മൃഗങ്ങളിലാവട്ടെ, മനുഷ്യരിലാവട്ടെ എല്ലാം എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായിട്ടാണ് ഇണ ചേരുക എന്നത്. അതൊരു പ്രകൃതിപരമാണ്. ഒരേ ലിംഗത്തിൽപ്പെട്ടവരുമായിട്ട് ഇണ ചേരുക എന്നുള്ളത് പ്രകൃതി വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തിന്റെ ഭാഗമായി ഒരേ വർഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള സ്വവർഗ വിവാഹവും സ്വവർഗരതിയും അത് ഇസ്ലാമിക വിരുദ്ധം എന്നു മാത്രമല്ല, അത് പ്രകൃതി വിരുദ്ധം കൂടിയാണ്. അത് മാനവിക വിരുദ്ധവുമല്ല, അത് പ്രകൃതിയുടെ താളാത്മകതയെ തകർക്കുന്നതാണ്. അത് പ്രകൃതിയുടെ ബാലൻസ് തകർത്ത് കളയുന്നതാണ്. അത് മൃഗങ്ങൾ പോലും ചെയ്യാറില്ല, അത് മറ്റു ജീവജാലങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല. അത് അധമനായ മനുഷ്യന്റെ ഏറ്റവും അപകടകരമായ ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ലിബറലിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള പ്രണയവും അവർ തമ്മിലുള്ള സ്വവർഗ വിവാഹവും സ്വവർഗരതിയും അതിനെ ന്യായീകരിക്കുന്നതും അതിനെ ആഘോഷിക്കുന്നതുമൊക്കെ അവരെ നമുക്ക് മൃഗതുല്യം എന്ന് വിളിച്ചാൽ പോരാ, പ്രകൃതി വിരുദ്ധർ എന്നാണ് അവരെ സംബന്ധിച്ച് വിശേഷിപ്പിക്കേണ്ടത്. പ്രിയമുള്ളവരെ, വിവാഹം എന്നുള്ളത് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാ മതങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെ വിവാഹം എന്നുള്ളത് ഇണചേരുന്നതിന് വിവാഹം, അത് പ്രത്യേകിച്ച് മനുഷ്യനുള്ളതാണ്. സാംസ്കാരികമായി ഉയർന്ന, ബുദ്ധിപരമായി ഉയർന്ന, വിവേചനശേഷിയുള്ള മനുഷ്യൻ ഇണചേരുമ്പോൾ അത് വിവാഹത്തിലൂടെയായിരിക്കണം, അതൊരു കരാറിലൂടെയായിരിക്കണം, അതൊരു വ്യവസ്ഥയിലൂടെയായിരിക്കണം, അതൊരു ക്രമമുണ്ടാവണം, നിയമമുണ്ടാവണം. നിയമങ്ങൾ പഠിപ്പിച്ചു തന്ന സ്രഷ്ടാവായ തമ്പുരാൻ നമ്മുടെ വിവാഹത്തിന് ചില നിയമങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മളെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതുമായ ക്രിയേറ്ററായിട്ടുള്ള, മാനുഫാക്ചറായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യൂസർ മാനുവൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ, പ്രവാചക ചര്യ. അതിലൂടെ ആ യൂസർ മാനുവൽ എടുത്തിട്ട് പരിശോധിച്ചിട്ട് വേണം കുടുംബജീവിതം ചിട്ടപ്പെടുത്താൻ, അതിന്റെ നിയമങ്ങൾ കണ്ടെത്താൻ. എങ്കിൽ കുടുംബജീവിതത്തിന്റെ താളം തെറ്റുകയില്ല.
കുടുംബജീവിതത്തിന് എവിടെയെങ്കിലും ശൈഥല്യം സംഭവിക്കുന്നുണ്ട് എങ്കിൽ, താളം തെറ്റുന്നുണ്ട് എങ്കിൽ, ആ യൂസർ മാനുവൽ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. വിവാഹമില്ലാത്ത എവിടെയും ആരുമായിട്ടും ഇണചേരാമെന്നുള്ളത് അത് മൃഗീയമാണ്. അത് മനുഷ്യരെ ചേർന്നതല്ല. മൃഗങ്ങൾ അങ്ങനെയാണ്. അവർക്ക് വിവാഹമില്ല, അവർക്ക് പ്രത്യേകമായ ഒരു ഇണയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എതിർലിംഗത്തിൽപ്പെട്ടവരെല്ലാം ഇണകളാണ്. ആരെയും പ്രാപിക്കാം, ആരുമായിട്ടും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാം. ഏത് മൃഗത്തിലൂടെയും അവർക്ക് സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, പ്രത്യുൽപാദനം നടത്താം. എന്നാൽ അത് മനുഷ്യത്വപരമല്ല. ഇപ്പോൾ ലിബറലിസം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്, സ്വതന്ത്ര ചിന്താഗതി. ഈ സ്വതന്ത്ര ചിന്താഗതി വളരെയധികം അപകടകരമാണ്. അത് നമ്മുടെ കുടുംബത്തിലേക്ക്, മുസ്ലിം കുടുംബങ്ങളിലേക്ക് വരെ അത് അരിച്ചരിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ അപകടകരമാണ്. ആ ഒരു ചിന്താഗതി തന്നെ, അതിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ തന്നെ ഒന്നുള്ളത് ഹാം പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഹാംഫുൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ്. ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദോഷ തത്വം എന്നുള്ളതാണ്. ഹാനി തത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത എന്ത് കാര്യവും എനിക്ക് ചെയ്യാം എന്നുള്ളതാണ്. മറ്റുള്ളവന് ഉപദ്രവമാവാത്ത എന്തും എനിക്ക് ചെയ്യാം എന്നുള്ളത്. അതാണ് ലിബറലിസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. പ്രിയമുള്ളവരെ, അത് ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് തത്വചിന്തകന്റെ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ്. അതിന് പക്ഷേ ഒരുപാട് ഗുണവശങ്ങൾ അവർ പറഞ്ഞേക്കാം. പക്ഷെ സമൂഹത്തിൽ അത് ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കുടുംബ ജീവിതങ്ങളെ ശിഥിലമാക്കുന്നുണ്ട്. മറ്റൊരു തത്വമാണ് ലിബറലിസത്തിന്റെ സുഖസിദ്ധാന്തം എന്നുള്ളത്. സുഖം കിട്ടുന്നതെല്ലാം അത് അനുവദനീയമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആൺപെണ്ണുങ്ങൾ ഇന്ന് വിവാഹമൊന്നും വേണ്ട, അവർക്ക് ആരുമായിട്ട് ഇണചേരാം, ലിവിങ് ടുഗദർ, ആരുമായിട്ട് ജീവിക്കാം. അങ്ങനെ ഒരു സ്വതന്ത്ര ചിന്താഗതികളിലേക്ക് പുതിയ തലമുറ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ അപകടകരമാണ്. ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ തന്നെ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നതിന് വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. സ്വാതന്ത്ര്യം എന്നത് ഏറ്റവും വലിയ ഒരു സംഗതിയായിട്ട്, ഫ്രീഡം, സ്വാതന്ത്ര്യം, അതിനെ നീതി എന്നുള്ളതിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യം എന്നുള്ളതിലേക്ക്, അതും വ്യക്തി സ്വാതന്ത്ര്യം, അതിരുകളില്ലാത്ത, എല്ലാറ്റിനും അതിരടയാളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം, ധാർമ്മികത, മൊറാലിറ്റി എന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിരടയാളങ്ങൾ ഇല്ലാത്ത അനിയന്ത്രിതമായ ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെയാണ് ഇവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ദുരന്തങ്ങളിലേക്ക്, അത് കുടുംബജീവിതം തകർക്കുന്നു. അത്തരം ലിബറലിസമാണ് അമേരിക്കയിൽ അപകടം ചെയ്തിട്ടുള്ളത്. അമേരിക്കയുടെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ദോഷൈകതൃക്കുകളായിട്ട് പറയുകയില്ല. അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് 1995 ഡേവിഡ് ബ്ലാങ്കൻഹോൺ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന, പിതാവില്ലാത്ത അമേരിക്ക. അവിടെ ഈ ലിബറലിസത്തിന്റെ ഭാഗമായി കുടുംബജീവിതം ശിഥിലമാകുന്നതിന്റെ, മക്കൾ അനാഥകളാകുന്നതിന്റെ ദുരന്തങ്ങളാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ വിശദീകരിക്കുന്നത്. അമേരിക്ക വിദൂരമല്ലാത്ത ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന അപകടകരമായ അരാജകത്വത്തിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ അമേരിക്കയിൽ 4ൽ 1 കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു രക്ഷിതാവില്ലാത്തവരാണ്. ഒന്നുകിൽ വാപ്പയില്ല, അല്ലെങ്കിൽ ഉമ്മയില്ല. അതിൽ മഹാഭൂരിപക്ഷവും വാപ്പയില്ലാത്തവരാണ്, പിതാവില്ലാത്തവരാണ്. അതാണ് ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഇതേ ചിന്താഗതികൾക്കും ലിബറലിസത്തിനും വല്ലാത്ത അനുകൂലമായ സാഹചര്യങ്ങൾ പടച്ചുണ്ടാക്കുന്നതിൽ ജെൻഡർ ന്യൂട്രാലിസവും ആൺപെണ്ണ് വ്യത്യാസമില്ലാതെ കലാലയാന്തരീക്ഷങ്ങളിൽ ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് ഇണചേരുകയും ചെയ്യുന്നതിന് വരെ തടസ്സമില്ലാത്ത ഒരു കലാലയാന്തരീക്ഷം രൂപപ്പെട്ട് വരുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ കുട്ടികൾ, പഠിച്ചു വളരുന്ന കുട്ടികൾ കാണുന്നത് ഈ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നതും ഒരു മനുഷ്യനെ നന്മയിൽ പിടിച്ചു നിർത്തുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള, സമ്പുഷ്ടമായിട്ടുള്ള, മനോഹരമായിട്ടുള്ള ഒരു കുടുംബജീവിതം വരച്ചു കാണിച്ചു തരുന്നത്. ആ കുടുംബജീവിതം തീർത്തും
മനുഷ്യന് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതല്ല, മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്നതല്ല, മനുഷ്യന് ആനന്ദവും സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഉണ്ടാക്കുന്നതാണ് കുടുംബജീവിതം. അതാണ് സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത്, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന പടച്ച തമ്പുരാൻ. ലിതസ്കുനു ഇലൈഹാ, എന്തിനു വേണ്ടിയാ? സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്, ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്താണ് കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം? എന്താണ് വിവാഹത്തിന്റെ ലക്ഷ്യം? അത് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്, മനസ്സിന് സംതൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ പടച്ച തമ്പുരാൻ മവദ്ദത്തും റഹ്മത്തും നിക്ഷേപിച്ചു തന്നു. മവദ്ദത്തും റഹ്മത്തും, പ്രണയം, അനുരാഗം, അഭേദ്യമായ പ്രണയബന്ധം, അതാണ് മവദ്ദത്തി എന്ന് പറഞ്ഞാൽ. അതിരുകളില്ലാത്ത വിശാലമായ പ്രണയത്തിനാണ് മവദ്ദത്തി എന്ന് പറയുന്നത്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് കരുണയാണ്. ഇത് രണ്ടുമാണ് സമാധാനപരമായ കുടുംബജീവിതത്തിന്റെ ശക്തി സ്രോതസ്. ഈ സ്രോതസ്സിൽ നിന്നാണ് കുടുംബജീവിതം സമ്പുഷ്ടമാകുന്നത്, മനോഹരമാകുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബജീവിതമൊക്കെ അങ്ങനെയാവണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് റബ്ബ് പറഞ്ഞു വെക്കുകയാണ്, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഈ ഒരു ജീവിതത്തിലുണ്ടല്ലോ, ഈ ഇണചേർന്നുള്ള ജീവിതത്തിൽ തീർച്ചയായിട്ടും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന്. നമ്മളെല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. ഈ ഒരു സമാധാനം നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. ഈ ഒരു സംതൃപ്തിയും സന്തോഷവും നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. നമ്മളെ വിലയിരുത്തിയിട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞ, ബുദ്ധിയുള്ളവർക്കും ചിന്തിക്കുന്നവർക്കും ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള, അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഈ ഒരു കുടുംബജീവിതത്തിലെ സമാധാനം അത് എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിടയിൽ അതിന്റെ സ്രോതസ്സായി മവദ്ദത്തും റഹ്മത്തും, സ്നേഹവും കരുണയും പടച്ച തമ്പുരാൻ നിങ്ങളിൽ നിക്ഷേപിച്ചു തന്നു എന്ന് പറയുന്നിടത്ത് നമുക്ക് വല്ല കുറവും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിശുദ്ധ ഖുർആന്റെ വീഴ്ചയല്ല, റബ്ബിന്റെ തകരാറല്ല, നമുക്ക് സംഭവിച്ച സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ യൂസർ മാനുവൽ അനുസരിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഉപയോഗിക്കാൻ, കുടുംബജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ സന്നദ്ധമായിട്ടില്ല. നമ്മുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്വാർത്ഥതകൾക്കനുസരിച്ചുകൊണ്ട്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ സ്വാർത്ഥതയും സെൽഫിഷ്നെസ്സും അല്ലെങ്കിൽ നമ്മളിലുണ്ടാകുന്ന സ്വഭാവ ദൂഷ്യങ്ങളുമാണ് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിന്റെ സമാധാനം തകർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് നല്ല ശാന്തിയും സമാധാനവും സംതൃപ്തിയും നിങ്ങൾക്കുണ്ടാകും. സമാധാനം മനുഷ്യന്റെ ജീവിതത്തിന് അനിവാര്യമാണ്. പീസ് വേണം, സമാധാനം വേണം, ഹാപ്പിനെസ് വേണം, സന്തോഷം വേണം. സന്തോഷവും സമാധാനവും അതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്തി എന്ന് പറയുന്നത്. അതിന് സഹായകമായിട്ടുള്ളതാണ് ലവ്, സ്നേഹം, മേഴ്സി, കാരുണ്യം. അങ്ങനെ ഈ വികാരങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഇങ്ങനെ തത്തിക്കളിക്കും. നമ്മുടെ കുടുംബം സ്നേഹമസൃണമായ ഒരു കുടുംബമായിട്ട് മാറുന്നതാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുണ്ടാവണം. ഇന്ന് കുട്ടികൾ എന്തുകൊണ്ട് വിവാഹത്തിന് സന്നദ്ധമാകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡിവൈസുകൾ വളരെ വ്യാപകമായിട്ട് സമൂഹത്തിൽ നടക്കുന്നു? അവർ കാണുന്നത് എന്താണ്? നമ്മുടെ വീടകങ്ങളിൽ സംതൃപ്തിയും സന്തോഷവും ഇല്ല എന്നവർ കാണുന്നു. ഒരുപക്ഷെ ഉപ്പയും ഉമ്മയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ, പ്രണയത്തിന്റെ അനുഭവങ്ങളല്ല അവർക്കുള്ളത്. നേരെ മറിച്ച് ബാപ്പയുടെ പീഡനം ഏറ്റുവാങ്ങുന്ന ഉമ്മയുടെ കണ്ണുനീരാണ് പലപ്പോഴും നമ്മളെ പെൺകുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ കാണുന്നതോ ഉമ്മയുടെ ശകാരം കാരണം തലകുനിക്കുന്ന, വീട് വിട്ടിറങ്ങിപ്പോകുന്ന പിതാവിന്റെ മ്ലാനമായ മുഖമാണ് അവർ കാണുന്നത്. ഇതാണോ കുടുംബജീവിതം? അവർ വിലയിരുത്തുകയാണ്. മറ്റു ചിലപ്പോൾ അവർ കാണുന്നത് സമൂഹത്തിലെ സെലിബ്രിറ്റികളിലൂടെ ഡിവോഴ്സിനെ സംബന്ധിച്ചാണ്. അവർ ചർച്ച ചെയ്യുന്നത് ഈ നെഗറ്റീവിനെ സംബന്ധിച്ചാണ്. സമ്പുഷ്ടമായ മനോഹരമായ ഒരു കുടുംബജീവിതത്തിന്റെ ചിത്രം അവരുടെ മുന്നിലില്ല. അവരുടെ ബ്ലാങ്കായി കിടക്കുന്ന മനസ്സുകളിലേക്ക് പിന്നീട് ഉറ്റിവീഴുന്നത് എന്താണ്? ഇത്തരം വിഷങ്ങളാണ്, ലിബറലിസത്തിന്റെ വിഷങ്ങൾ. എന്തിനൊരു കുടുംബജീവിതം? എന്തിനു ഭാരം പേറണം?
എന്തിന് മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിക്കണം? എന്തിന് അവന്റെ ശകാരം കൊള്ളണം? എന്തിന് അവളുടെ കറുത്ത മുഖം കാണണം? സ്വതന്ത്രമായി ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള ഇണകളുമായി ഇഷ്ടം പോലെ ലൈംഗികമായ വീഴ്ചയിലേർപ്പെട്ട് പ്രണയത്തിലേർപ്പെട്ട് ജീവിച്ച് അവസാനം എവിടെയെങ്കിലും കേടുപാടുകളുണ്ട് എങ്കിൽ, സംതൃപ്തി തോന്നുന്നില്ല എങ്കിൽ ഉടനെ പിരിഞ്ഞു പോവാം, എന്നിട്ട് അടുത്ത ഇണയെ തേടിപ്പോകാം. അതല്ലേ അഭ്രപാളികളിലെ അഭിനേതാക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, അതാകരുത് ജീവിതം, അതാകരുത് നമ്മുടെ ഇസ്ലാമികമായ കുടുംബ ജീവിതം. അത് മാതൃകാപരമായിരിക്കണം. ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണത്തിന് പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ മക്കൾ കാണണം പ്രിയതമയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരോടുള്ള പ്രണയം അത് പ്രകടിപ്പിക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം. അത് നിങ്ങൾ കാണിക്കണം. അതിന് മടി കാണിക്കുന്നു നമ്മൾ. ഈഗോയാണ്, നമുക്ക് ഈഗോയാണ്. ഈഗോയല്ല പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും ആണായാലും പെണ്ണായാലും റബ്ബിന്റെ അടിമകളാണ്. അവിടെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില ഉത്തരവാദിത്തങ്ങൾ പെണ്ണിനാണ് മുൻഗണനയെങ്കിൽ മറ്റു ചില ഉത്തരവാദിത്തങ്ങളിൽ ആണിന് മുൻഗണനയുണ്ട്. അടുക്കളയിൽ തളയ്ക്കപ്പെടേണ്ടവളാണ് പെണ്ണ് എന്നുള്ള സങ്കുചിതമായ ചിന്താഗതി സമൂഹത്തിൽ വ്യാപിച്ചത് നമ്മുടെയൊക്കെ ഒരുപക്ഷെ നിലപാട് കൊണ്ടായിരിക്കാം. പുരുഷാധിപത്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾക്കിടയിൽ വരിഞ്ഞു മുറുങ്ങുന്നവരാണ് ഭാര്യമാർ എന്നുള്ള ചിന്ത ഒരുപക്ഷെ നമ്മുടെ പെൺകുട്ടികളിലേക്ക് കടന്നു വന്നിട്ട് അവരെ ലിബറലിസം സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് പരസ്പരം ഓട്ടമത്സരം നടത്തുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആയിഷ ബീവിയുടെയും സ്വന്തം കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് പ്രചോദനം നൽകുന്ന മുത്തുനബിയുടെ വൈജ്ഞാനിക രംഗത്ത് അത്യുജ്വലമായ താരകമായി ഇസ്ലാമിക ചരിത്രത്തിലെ സ്വഹാബി ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ആയിഷത്തു സിദ്ദീഖ, വൈദ്യശാസ്ത്രത്തിലും ഇസ്ലാമിക വിജ്ഞാനങ്ങളിലും മറ്റു വിദ്യാഭ്യാസ ശാഖകളിലും മുഴുവനും കഴിവ് തെളിയിച്ച സഹാബാക്കൾക്ക് ഗുരുവായി മാറിയ ആയിഷത്തു സിദ്ദീഖ തന്റെ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 18 വയസ്സുവരെയാണ് പുണ്യനബിയുടെ കൈകളിൽ ആയിഷ ബീവി കിട്ടിയത്. പക്ഷേ ലോകത്തിന്റെ മുന്നിൽ ഒരു രത്നമാക്കി അവരെ കൊണ്ടുവന്നു. ലോകം മുഴുവൻ ശ്രദ്ധേയമായി അവരെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ മറ്റൊരു പത്നിയാണ് ഖദീജ ബീവി. അതിനിടയ്ക്ക് ഒരുപാട് പത്നിമാരുണ്ട്, അവരുടെ സംഭാവനകൾ വേറെയുണ്ട്, സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കുന്നില്ല. ആ ഖദീജ ബീവിയും മുത്തുനബിയും തമ്മിലുള്ള വൈവാഹികമായ ദൃഢമായ പ്രണയബന്ധത്തിന്റെ ഉദാഹരണങ്ങൾ ലോകത്തിന്റെ മുന്നിൽ മാതൃകയായിട്ട് നിലകൊള്ളുകയാണ്. സഹോദരന്മാരെ മനസ്സിലാക്കണം, അവിടെ ത്യാഗമുണ്ട്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ത്യാഗം ചെയ്യുമ്പോഴാണ് സ്നേഹമുണ്ടാവുക. എന്റെ താല്പര്യങ്ങൾ നടക്കണം, അതല്ല കുടുംബജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്റെ താല്പര്യങ്ങൾ നടക്കണം. എന്റെ ഇച്ഛകൾ, സെൽഫിഷ്നെസ്, സ്വാർത്ഥത, അത് പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധത്തെ ശിഥിലമാക്കുന്നതിന് പകരം എന്റെ ഇണയുടെ താല്പര്യങ്ങൾ, അങ്ങനെയൊന്ന് ചിന്തിച്ചാൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകും, ക്ഷമയുണ്ടാകും. ജീവിതത്തിൽ മറ്റുള്ളവരുടെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അവൻ ഇവരെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അതെ, അവനവന്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരനുകൂടി സുഖത്തിനായി വരണം. എന്റെ ഇണയുടെ സുഖം, താല്പര്യം, അവരെ തൃപ്തിപ്പെടുത്തുക, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെയാണ് ആസ്വാദനം ലഭിക്കേണ്ടത്. അതാണ് സന്തോഷം, അതാണ് മനസ്സിന്റെ സംതൃപ്തി. അതിലേക്ക് കുടുംബജീവിതം മാറ്റിക്കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബത്തിൽ സന്തോഷം തത്തിക്കളിക്കും. മക്കളുമായിട്ടുള്ള മക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവേണ്ടത് എവിടെയാണ്? നമ്മളെ കുടുംബത്തിലാണ്, പുറത്തു പോയിട്ടല്ല. കുടുംബത്തിൽ വരുമ്പോ, കുടുംബത്തിൽ നിന്ന് പോകുമ്പോ ഉമ്മയും ഉപ്പയുമായിട്ടുള്ള വല്ലാത്തൊരു ഇണയടുപ്പം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിലാണ് അവർക്ക് നിങ്ങൾ റോൾ മോഡൽ ആവുക. അവരെ ശകാരിക്കുന്ന യന്ത്രങ്ങളായി മാറരുത്. അവരെ ശകാരിക്കുകയും ശാസിക്കുകയും അതോടൊപ്പം തലോടുകയും ചെയ്യുന്ന, ചേർത്ത് പിടിക്കുന്ന. ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചു പലപ്പോഴും, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട്, മക്കളെ, നിങ്ങൾ മദ്രസയിൽ നിന്ന് വരുമ്പോഴും തിരിച്ചു ചെല്ലുമ്പോഴും ഉമ്മക്കും ഉപ്പക്കും മുത്തം കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? അതിനെ പ്രോത്സാഹിപ്പിക്കാത്തത് എന്താണ്? നമ്മൾ അത് സൈക്കോളജിക്കലി മക്കളെ നമ്മോട് അടുപ്പിക്കലാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളെ ഭാര്യയെ ശകാരിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ശകാരിക്കുന്നത് മക്കൾ കേൾക്കാൻ പാടില്ല. സ്നേഹപ്രകടനം അവർ കാണട്ടെ.
നമ്മുടെ ദേഷ്യപ്രകടനങ്ങൾ മക്കൾ കാണരുത്. ദേഷ്യപ്രകടനങ്ങളെ സ്വകാര്യമാക്കി വെക്കുക, സ്നേഹപ്രകടനങ്ങളെ പരസ്യമാക്കി വെക്കുക. സ്നേഹം പ്രകടിപ്പിക്കാനാണ് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാകണം, ശാന്തി ഉണ്ടാകണം, മാതൃകാപരമായ കുടുംബമാകണം. നിങ്ങൾക്കിടയിൽ മവദ്ദത്തു റഹ്മത്ത് ഉണ്ടാകണം. അത് മനഃപൂർവ്വം ഉണ്ടാക്കണം. സന്തുഷ്ട കുടുംബം ഉണ്ടാക്കേണ്ടത് താനങ്ങട്ട് ഉണ്ടാവില്ല, നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുകൊണ്ട് ഉണ്ടാക്കണം. സ്വാഭാവികമായിട്ടും പറയുന്നത് പോലെ അത്ര സുഖമല്ല കുടുംബജീവിതം. പരുപരുത്ത യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകും. രണ്ട് വ്യക്തികളാണ് വിപരീത ദിശയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലായി, വ്യത്യസ്ത ധ്രുവങ്ങളിലായി പോയിരുന്ന രണ്ടാളുകളാണ് തമ്മിൽ യോജിക്കുന്നത്. ഒരേ ചോരയല്ല, വ്യത്യസ്ത ചോരകളാണ്, വ്യത്യസ്ത കുടുംബാന്തരീക്ഷങ്ങളിൽ ജീവിച്ചവരാണ്. പക്ഷെ മനഃപൂർവ്വമായി നമുക്ക് ഒന്നിക്കാൻ കഴിയണം, നമുക്ക് യോജിക്കാൻ കഴിയണം. ഓർക്കണേ, നിങ്ങൾ വേർപിരിയാൻ പറ്റുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് ഒരിക്കലും വേർപിരിക്കാൻ പറ്റാത്ത പരമ്പരകൾ ഉണ്ടാകുന്നത്. മക്കൾ എന്നുള്ള, പേരമക്കൾ എന്നുള്ള പരമ്പരകളുണ്ടല്ലോ, കുടുംബ പരമ്പരകൾ. നമ്മുടെ പൂർവീകന്മാരായ വല്യമ്മമാരുണ്ടാക്കിയ, അവർക്ക് വേണമെങ്കിൽ വേർപിരിയാമായിരുന്നു. ആ വേർപിരിയാൻ പറ്റുന്ന ബന്ധങ്ങളിൽ നിന്നാണ് പിന്നീട് ഒരിക്കലും വേർപിരിയാൻ പറ്റാത്ത, നിങ്ങൾ അന്തസ്സോടുകൂടി എന്റെ കുടുംബം, എന്റെ തറവാടി എന്ന് പറയുന്നതുണ്ടല്ലോ, അതുണ്ടാക്കിയെടുത്തത് അത്തരം ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് അമാനത്താണ്. ആ അമാനത്തിനെ എന്റെ പ്രിയമുള്ളവരെ സൂക്ഷിക്കണമെന്ന് എന്റെ സ്വന്തത്തോടും എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതല്ലെങ്കിൽ വല്ലാത്തൊരു ദുരിതത്തിലേക്ക് നമ്മുടെ നാട് പോകുന്നതാണ്. ഇപ്പോൾ അമേരിക്കയിൽ 2022 നടത്തിയ പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് 2 പതിറ്റാണ്ട് കാലമായി, 20 വർഷക്കാലമായിട്ട് ഡിവോഴ്സ് അമേരിക്കയിൽ കൂടുന്നു. ആ തലാഖുകളിൽ, ആ വിവാഹമോചനത്തിൽ 40% 50 വയസ്സിന് മുകളിലുള്ളവരാണ് എന്നാ പറയുന്നത്. 50 വയസ്സിന് മുകളിലുള്ളവർ. അത് വല്ലാത്തൊരു അപകടത്തിലേക്ക്. എന്നിട്ട് അതിനവർ വിളിക്കുന്നുണ്ട് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രം എന്ന്. അഥവാ കുട്ടികളൊക്കെ വലുതായി, 1-2 മക്കൾ ഉണ്ടാവുള്ളല്ലോ, അവർ വലുതായിട്ട് അവരെല്ലാം വീട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളെ നോക്കുന്നതിന്റെ പേരിലായിരുന്നു ഭാര്യയും ഭർത്താവും ഇത്രയും കാലം ഉണ്ടായിരുന്ന ബന്ധം. ആ മക്കളാണ്ട് പോയി കഴിഞ്ഞപ്പോൾ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രം, ഒഴിഞ്ഞ കൂട്, അതിന്റെ വ്യഥ, അതിലായിട്ട് പിന്നെ മനുഷ്യന്മാർ പിന്നെ ജീവിക്കാൻ കഴിയുന്നില്ല. രണ്ടാളും തമ്മിൽ പ്രണയം ഉണ്ടായിട്ടില്ല, മവദ്ദത്ത് ഉണ്ടായിട്ടില്ല. പ്രായം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ റഹ്മത്ത് ഉണ്ടാകണം, അതുണ്ടായിട്ടില്ല. അതില്ലാത്ത അവസ്ഥയിലേക്ക് മക്കളെയും പേരക്കുട്ടികളെയും വളർത്തുന്ന യന്ത്രങ്ങളായി നമ്മൾ അതപ്പതിക്കാൻ പാടില്ല. ജീവിതത്തിന്റെ അവസാന തുറകളിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത ഗാഢമായ ബന്ധം. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തന്റെ വാർദ്ധക്യത്തിൽ അനുഭവിച്ച മുത്തുനബിയിൽ നിന്നുള്ള പ്രണയാതുരമായ, ഗാഢമായ, ദൃഢമായ ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തെക്കാളും വലിയൊരു ദൃഢമായ ബന്ധം എവിടെയുണ്ട്? ഉജ്ജ്വലമായ മാതൃക ലോകത്തിന് സമ്മാനിച്ചു പോയ മുത്തുനബിയുടെ അനുയായികളും ആ പുണ്യനബിയെ അനുധാവനം ചെയ്യേണ്ടവരുമാണ് നമ്മളെന്ന ഓർമ്മ പ്രിയമുള്ളവരെ നമുക്കുണ്ടാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കുടുംബജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത നാളെ ശനിയാഴ്ച നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു വനിതാ ക്ലാസ് നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് 2 മണിക്ക് നടക്കുന്നുണ്ട്. എല്ലാ സഹോദരിമാരും അതിൽ പങ്കെടുപ്പിക്കണമെന്നും നിങ്ങളുടെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ചില പക്ഷിപ്പറവകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില മാതൃകകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പക്ഷിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പൽ. ആ വേഴാമ്പൽ 50 വർഷത്തോളം ജീവിക്കുന്നൊരു പക്ഷിയാണ്. അത് മുട്ടയിടാൻ പ്രായമെത്തിക്കഴിഞ്ഞാൽ മരപ്പൊത്തിൽ അതതിൻ്റെ ചിറകുകൾ വിരിച്ചുകൊണ്ട്, കൊഴിച്ചുകൊണ്ട് പാകമായ മെത്തയുണ്ടാക്കി അതിലത് മുട്ടയിടും.
ആ മുട്ടയിടാൻ വേണ്ടി പോകുന്ന സമയത്ത് ആൺ വേഴാമ്പൽ അത് കൂടിൻ്റെ പൊത്തിൻ്റെ മുഖഭാഗം അടച്ചു കളയും. ചെറിയൊരു ദ്വാരം മാത്രം ബാക്കി വെക്കും. ആ ദ്വാരത്തിലൂടെ കൊക്ക് പെൺ വേഴാമ്പലിന് കൊക്കിടാൻ വേണ്ടി മാത്രം ഒരു ചെറിയൊരു ദ്വാരം ഉണ്ടാകും. അങ്ങനെ ഏകദേശം മുട്ട വിരിഞ്ഞ് ആ പക്ഷി പുറത്ത് വരുന്നത് വരെ ആ കൂട്ടിൽ ആ പെൺവേഴാമ്പൽ ഏകദേശം 50-55 ദിവസങ്ങളോളം അതിൽ താമസിക്കുന്നതാണ്. ഈ സമയത്ത് ഈ പെൺവേഴാമ്പലിനുള്ള എല്ലാ ഭക്ഷണവും കൊണ്ടുവരുന്നത് ആൺവേഴാമ്പലായിരിക്കും. ആൺവേഴാമ്പൽ രാവിലെ 6:30 മണിക്ക് പറന്നുപോയി ഉച്ചയോടുകൂടി തിരിച്ചു വരുന്നു. പിന്നീട് ഉച്ചവിശ്രമം കഴിഞ്ഞ് വൈകുന്നേരം വരെ വീണ്ടും അധ്വാനിച്ച് കൊണ്ടുവരുന്ന പഴവർഗ്ഗങ്ങൾ മുഴുവനും തൻ്റെ തൊണ്ടയിൽ സൂക്ഷിച്ചു വെച്ച് പുറത്തേക്ക് കൊക്കുകളിടുന്ന ആ തൻ്റെ പ്രിയതമക്ക് പ്രണയാതുരനായി തൻ്റെ കൊക്കിലേക്ക് വെച്ചു കൊടുക്കുന്ന ആൺവേഴാമ്പൽ യാതൊരു വൈഷമ്യങ്ങളുമില്ലാതെ വിഷമതകളുമില്ലാതെ ഈ അധ്വാനം തുടരുകയാണ്. പിന്നീട് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 10-15 ദിവസം ആ പെൺവേഴാമ്പൽ അവിടെ തന്നെ കഴിയുകയാണ്. പിന്നീട് ആ സമയത്തും തൻ്റെ പ്രിയതമ്മയുടെ ഭക്ഷണം ഈ ആൺവേഴാമ്പലിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ്, ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ആദ്യം പഴവർഗ്ഗങ്ങളാണ് കൊണ്ടുവന്നത് എങ്കിൽ പിന്നീട് തൻ്റെ പ്രിയതമക്ക് കാൽസ്യം കൂടുതൽ വേണമെന്ന് മനസ്സിലാക്കുന്ന ആൺവേഴാമ്പൽ പിന്നെ കൊണ്ടുവരുന്നത് ചെറുജീവികളെയാണ്. പാമ്പ്, എലി പോലെയുള്ള കൊച്ചുജീവികളെ കൊത്തിയെടുത്തു കൊണ്ടുവന്ന് തൻ്റെ പ്രിയതമക്ക് വേണ്ടി സമ്മാനിക്കുന്നു. അതിനുശേഷം കൂട് സ്വയം തന്നെ കൊത്തി പൊട്ടിച്ച് ആൺവേഴാമ്പൽ പെൺവേഴാമ്പലിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നെയും 10 ദിവസം റെസ്റ്റാണ് അവൾക്ക്. ആ 10 ദിവസവും ഈ കുടുംബത്തിനെ പോറ്റുന്നത് ആൺവേഴാമ്പൽ തന്നെയാണ്. അവൻ കൊണ്ടുപോയി ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. മാത്രവുമല്ല, പെൺവേഴാമ്പൽ ഈ കൂടിൽ താമസിക്കുന്ന സമയത്ത് മുഴുവനും ഇതിൻ്റെ സെക്യൂരിറ്റിയായി ഉറക്കം വിളിച്ചുകൊണ്ട് അടുത്ത മരക്കൊമ്പിൽ ആൺവേഴാമ്പൽ ഉണ്ടാകും. നോക്കണേ, കുടുംബജീവിതത്തിൻ്റെ കേരളീയമായ ഒരു മാതൃകയുടെ പ്രതീകമായിട്ട് നമ്മുടെ സംസ്ഥാന പക്ഷിയായി വേഴാമ്പലിനെ അവതരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ 2.5 മാസത്തോളം തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്ന ഈ ആൺവേഴാമ്പലിനെയും വളരെ സ്നേഹത്തോടുകൂടി അത് സ്വീകരിക്കുന്നു. പിന്നീട് 1 വർഷത്തോളം ആണും പെണ്ണും കൂടിക്കൊണ്ട് തൻ്റെ മക്കളെ പോറ്റി വളർത്തുന്ന ഒരു മാതൃക പടച്ച തമ്പുരാൻ വേഴാമ്പലിലൂടെ നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. നമുക്കും അതിൽ മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതങ്ങൾ ദുനിയാവിൽ അവസാനിക്കേണ്ടതല്ല, അത് ആഖിറത്തിലേക്ക് നീണ്ടുപോകാനുള്ളതാണ്. നമ്മളിവിടെ പ്രിപ്പറേഷൻ മാത്രമാണ്. നമ്മളുണ്ടാക്കുന്ന ഈ മക്കളും ഈ പേരമക്കളും നമ്മുടെ മാതാപിതാക്കളും എല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്ക് ആഖിറത്തിൽ കുടുംബമായിട്ട് ജീവിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം, ദുനിയാവല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ പെർഫെക്ഷൻ, സംതൃപ്തിയുടെ പെർഫെക്ഷൻ, പൂർണ്ണത അത് കൈവരിക്കുന്നത് ആ സ്വർഗത്തിൽ വെച്ചുകൊണ്ടാണ്. നമ്മുടെ പേരമക്കളും കുട്ടികളുമായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള സ്നേഹമസൃണമായ സന്തുഷ്ടകരമായ ഒരു ഫാമിലി ലൈഫ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ദുനിയാവല്ലട്ടോ, ആഖിറമാണ്. അതുകൊണ്ട് കുറേ മക്കളുണ്ടാകണം, വലൂതായിരിക്കണം, ഭാര്യ വധൂതായിരിക്കണം, നല്ല സ്നേഹമുള്ളവരും നന്നായിട്ട് പ്രസവിക്കുന്നവരുമായിരിക്കണം. 1-2 പരിമിതപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ പ്രസവിക്കുന്നവരെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ ബന്ധം ജന്നാത്തു ആദിനിൻ, സ്വർഗത്തിലേക്ക് നീണ്ടുപോകണം. യദ്ഖുലൂനഹാ, സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം, അവരുടെ സച്ചരിതരായിട്ടുള്ള പിതാക്കന്മാരും, വഅസ്വാജിഹിം, ഇണകളും, വദുരിയാത്തിഹിം, അവരുടെ സന്താനങ്ങളും. സൂറത്ത് റാഅദ് 23. അപ്പോൾ ഈ കുടുംബ ബന്ധം ഇവിടെ അവസാനിക്കേണ്ടതല്ല, ഇവിടെ അതിര് വരെ ഇടേണ്ടതല്ല. ഇത് ആഖിറത്തിലേക്കുള്ളതാണ്. നാളെ അവിടുത്തെ കുടുംബ ജീവിതത്തിനു വേണ്ടി പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ് നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സന്തുഷ്ടകരവും സംതൃപ്തികരവുമായ കുടുംബജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാവട്ടെ. പരസ്പരം കരുണയോടെ, സ്നേഹത്തോടെ, വിശാലമായ മനസ്സോടെ, വിട്ടുവീഴ്ചയോട് കൂടി കുടുംബജീവിതം നയിക്കുവാനും സമൂഹത്തിനും സമുദായത്തിനുമെല്ലാം മാതൃകമാകുന്ന നിലയിലുള്ള ദുരിയാത്ത് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞ ആ ദുരിയാത്തുകളെയും ഇണകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.